+1 ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഡെറിവേറ്റീവ്സിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ലിമിറ്റ് എന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ലിമിറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നോക്കാം. ലിമിറ്റ്സ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇവിടെ നിങ്ങൾ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 റേസ് ടു 15 മൈനസ് 1 ബൈ 1 മൈനസ് 1 0 ബൈ 0 വിച്ച് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അതല്ല ആൻസർ. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇത് ഏത് ഫോമിലായി മാറി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിലായി. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്താണ്? എൻ എ റേസ് ടു എൻ മൈനസ് 1. 15 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 റേസ് ടു 15 മൈനസ് 1 ഈക്വൽ ടു 15. 15 ഇൻറ്റു 1 റേസ് ടു 14 ഈക്വൽ ടു 15. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 13 മൈനസ് 1 ബൈ എക്സ് ക്യൂബ് മൈനസ് 1. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 റേസ് ടു 13 മൈനസ് 1 ബൈ 1 ക്യൂബ് മൈനസ് 1. 1 റേസ് ടു 13 1 ആണ്. 1 മൈനസ് 1 0 0 ബൈ 0 എന്ന് കിട്ടും വിച്ച് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇതല്ല ആൻസർ. ഞാനൊരു കാര്യം ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 13 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഞാനിവിടെ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? എക്സ് മൈനസ് 1 കൊണ്ട് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത്, ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്താൽ തെറ്റാണ്, രണ്ട് ഭാഗത്തും ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റല്ല. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് എക്സ് റേസ് ടു 13 മൈനസ് 1 റേസ് ടു 13 ബൈ എക്സ് മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 3 മൈനസ് 1 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 1 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? 13 ഇൻറ്റു 1 റേസ് ടു 13 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 റേസ് ടു 3 മൈനസ് 1. ആൻസർ 13 ബൈ 3 ആണ് ആൻസർ. ക്ലിയർ ആയോ? 13 ബൈ 3 ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ 3 മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിന്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത്രയും സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചൊരു മാറ്റമുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 1 1 റൂട്ട് 1 പ്ലസ് 0 1 മൈനസ് 1 1 മൈനസ് 1 0 0 ബൈ 0 എന്നാണ് കിട്ടുക വിച്ച് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. 0 ബൈ 0 ഇതല്ല ആൻസർ. ഇതിനെ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കണം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് പുട്ട് ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് എന്ന് കൊടുത്തു. പുട്ട് ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ടി ടെൻസ് ടു എന്താണ്? എക്സ് ടെൻസ് ടു 0. ദെൻ ടി ടെൻസ് ടു 1 പ്ലസ് 0 1 പ്ലസ് 0 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടി ടെൻസ് ടു 1 പ്ലസ് 0 1 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ടി ടെൻസ് ടു 1 എന്ന് എഴുതി. എക്സ് ടെൻസ് ടു 0 ടി ടെൻസ് ടു 1 റൂട്ട് 1 പ്ലസ് എക്സ് എന്താണ്? 1 പ്ലസ് എക്സ് ടി ആണ്. റൂട്ട് ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്താണ്? ഇനി
എക്സിലെ ടേം ഒന്നും എഴുതാൻ പാടില്ല, ഇവിടെ ടി ആണ് ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണ് ടി എന്താണ്, ടി ഈക്വൽ ടു 1 + x ആണെങ്കിൽ എക്സ് എന്താണ്, ടി മൈനസ് 1 ആണല്ലോ, ടി മൈനസ് 1. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ലിമിറ്റ് ടി ടെൻസ് ടു 1 t raised to half minus 1 raised to half divided by t minus 1. ഇത് ഏത് ഫോം, t raised to half, റൂട്ട് ടി എന്ന് പറഞ്ഞാൽ t raised to half ആണ്, 1 raised to half എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതേത് ഫോമിലായി, ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a ഫോമിലായി. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ n എന്ന് പറഞ്ഞാൽ 1/2, a എന്ന് പറഞ്ഞാൽ 1/2, a എന്ന് പറഞ്ഞാൽ 1 raised to 1/2 minus 1, 1 raised to മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അങ്ങനെയാണ് ആൻസർ എന്താണ്, ഹാഫ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയൊരു മാറ്റമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത റിസൾട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് റിസൾട്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ, സൈൻസ് 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് എന്താണ്, കോസ് എക്സ് 1 ആണ്. ഇനി അടുത്ത റിസൾട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. ഒന്നാമത്തെ റിസൾട്ട് നിങ്ങൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇത് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ എക്സ് എന്താണ്, സൈൻ 4x ഡിവൈഡഡ് ബൈ എക്സ് എന്താണ്. ഞാനിവിടെ ചെയ്യുന്ന സ്റ്റെപ്പ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ 4x ഇൻറ്റു 4 എന്ന് എഴുതി, 4x ഇൻറ്റു 4 എന്ന് എഴുതി. ഈ 4ഉം 4ഉം ക്യാൻസൽ ആവാം. അതായത് ഞാൻ ചെയ്തത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. എക്സ് 0ലേക്ക് എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ 4x ടെൻസ് ടു എന്ത് തന്നെയാണ്, 0 ആണ്. എക്സ് ടെൻസ് ടു 0 4x ടെൻസ് ടു 0, അതായത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4x ടെൻസ് ടു 0 എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇവിടെ ഒരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണ് ലിമിറ്റ് 4x ടെൻസ് ടു 0 സൈൻ 4x ബൈ 4x എന്തായിരിക്കും, 1 ആയിരിക്കും. 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 15x ഡിവൈഡഡ് ബൈ സൈൻ 5x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൈൻ 15x ഡിവൈഡഡ് ബൈ സൈൻ 5x. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 15x ഡിവൈഡഡ് ബൈ 15x ഓൾ ഡിവൈഡഡ് ബൈ സൈൻ 5x ഡിവൈഡഡ് ബൈ 5x. ഈ രണ്ട് ഇതും തമ്മിലുള്ള എന്താ വ്യത്യാസം എന്ന് നോക്കാം. എന്താണ്, ഇവിടെ സൈൻ 15x ഉണ്ട്, സൈൻ 15x ഉണ്ട്, സൈൻ 5x ഉണ്ട്, സൈൻ 5x ഉണ്ട്. ഇനി ബൈ 15x ഉണ്ട്, ബൈ 5x ഉണ്ട്. എക്സും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ 1/15 ഉണ്ട്, അതുകൊണ്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി അതേപോലെ ഇവിടെ 1/5 ഉണ്ട്, ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണോ? എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ 15x ടെൻസ് ടു എന്താണ്, 0 ആണ്. അതേപോലെ 5x ടെൻസ് ടു 0 ആണ്. ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ലിമിറ്റ് 15x ടെൻസ് ടു 0 സൈൻ 15x ഡിവൈഡഡ് ബൈ 15x ഇൻറ്റു 15 ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് 5x ടെൻസ് ടു 0 സൈൻ 5x ഡിവൈഡഡ് ബൈ 5x ഇൻറ്റു 5 എന്ന് എഴുതി. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ ആൻസർ എന്താണ്, ലിമിറ്റ് 15x ടെൻസ് ടു 0, ഇതിൻ്റെ ആൻസർ 1 ആണ്. 1 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ ആൻസർ 1 ആണ്. 1 ഇൻറ്റു 5, 15 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 3 ആണല്ലോ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ അല്ലേ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, സൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ AX ബൈ സൈൻ BX എന്താണ്,
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ബി എക്സ്. ഞാൻ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ ബി എക്സ് ഇൻറ്റു എ ഇത് ഇൻറ്റു ബി. എക്സ് ഇൻറ്റു ഈ എക്സും എക്സും ക്യാൻസൽ ആവുന്നതാണ്. ഇനി എക്സ് ടെൻസ് ടു 0 എ എക്സ് ടെൻസ് ടു 0 ബി എക്സ് ടെൻസ് ടു 0. ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് ഇൻറ്റു ബി എന്ന് എഴുതാം. ഇതിന്റെ ആൻസർ എന്താണ്? 1 ഇൻറ്റു എ ഇത് 1 ആണ്, 1 ഇൻറ്റു ബി ബി, എ ബൈ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ ആൻസർ 1 ആണ്. 1 ഇൻറ്റു 1 ബൈ കോസ് 0 1 ബൈ കോസ് 0 1 ആണ്, അതായത് 1 ആണ് ആൻസർ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഞാൻ ഇതിന്റെ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രിഗണോമെട്രി എടുക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മൈനസ് കോസ് 2 എക്സ് 2 സൈൻ സ്ക്വയർ എക്സ്. 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതി. ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2, ഈ 2നെ ഞാൻ എക്സ് ബൈ 2 എന്ന് എഴുതി, ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ 2. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ആൻസർ എന്താണ്? എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ എക്സ് ബൈ 2 ടെൻസ് ടു 0 ആണ്. ഇതിന്റെ ആൻസർ 1 ആണല്ലോ. 1 ഇൻറ്റു സൈൻ 0. സൈൻ 0 എന്താണ്? 0. സൈൻ 0 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇതിന്റെ ആൻസർ എന്താണ്? ഇത് 1 മാർക്കിന് ചോദിക്കുന്ന, ഒന്നെങ്കിൽ 1 മാർക്കിന് ഇത് റിസൾട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ട് മാത്രം ചോദിക്കുന്നതാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ സപ്ലിമെന്ററി ഭാഗത്തിൽ ഒരു 2 കാര്യം കൂടി, 2 ഇക്വേഷൻ കൂടി ഉണ്ട്. ആ ഇക്വേഷൻ കൂടി ഞാൻ എഴുതി തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x equal to 1. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. നെക്സ്റ്റ് റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇതാണ് നെക്സ്റ്റ് 2 റിസൾട്ട്. ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 2x minus 1 by x. എന്താണ് e raised to 2x minus 1 by x? ഇതിന്റെ ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 2x minus 1 by 2x എന്ന് എഴുതി ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ 2 കൊണ്ട് ഡിവൈഡും ചെയ്ത്. ക്ലിയർ ആണല്ലോ?
ഇനി എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ 2x ടെൻസ് ടു എന്താണ് 0 ആണ് ആണെങ്കിൽ ഇവിടെ 2x ഇതിന്റെ ആൻസർ എന്താണ് 1 into 2 1 into 2 equal to 2. ക്ലിയർ ആയല്ലോ? ഞാൻ ഇന്ന് ലിമിറ്റ് എന്ന ടോപ്പിക്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അതിൻ്റെ തിയറി പാർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ലിമിറ്റ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ ഇതൊക്കെ എടുക്കാനുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ഒരുപാട് ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ എടുത്തു തരുന്നതാണ്. ഇതുവരെ എടുത്ത ഞാൻ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് എടുത്ത വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.